ഫ്രണ്ട്സ്, കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ യമഹ ടോൺ എഡിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലോഗോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇയർഫോണൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുക. ലോഗോ കാണാനല്ല, നമ്മുടെ ടോൺസ്, അതായത് കമ്പനി ടോൺസും നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ടോൺസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ടോൺസ് കേൾക്ക്, അതിനുശേഷം ഞാൻ വരാം. അപ്പോൾ ഇയർഫോൺ മറക്കല്ലേ, ഇയർഫോൺ വെച്ച് കേൾക്കണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കീട്രിക്സ്. അപ്പോൾ നിങ്ങൾ ആ ടോൺസിന്റെ ഡിഫറൻസ് ഇയർഫോൺ വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കോർഗിന്റെ പോലെ എൻ്റെ കീബോർഡിന് നല്ല പഞ്ചില്ല, ടോണ് നല്ല ക്ലാരിറ്റി ഇല്ല, ചില ടോണുകളൊക്കെ ചതഞ്ഞ പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ PSRS സീരീസിൽ നല്ല രീതിയിലുള്ള ടോൺ എഡിറ്റ് ഓപ്ഷൻസ് ആണ് യമഹ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ടോൺ സെക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എല്ലാ ടോൺസും അതിൻ്റെ സെക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ വായിച്ച എല്ലാ ടോണുകളും നമ്മളൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി സമയം വരും. അപ്പോൾ ഇത്രയും നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതും നോർമലുമായിട്ടുള്ള 2 ടൈപ്പ് ടോണുകളും ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാനായ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വാല്യൂ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നല്ല ഇഷ്ടത്തിന് നല്ല അടിപൊളി ടോണുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ ഇയർഫോൺ വെച്ച് കേട്ട് കാണുമല്ലോ നമ്മുടെ സൗണ്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ ഞാനിവിടെ സിംഗിൾ ലെയറാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ബാങ്കിൽ 2 ലെയർ, അതായത് ഈ 1, 2, അതുപോലെ ഇത് ലെഫ്റ്റിലുള്ളതും അതുപോലെ ഈ 2 ലെയറും ഒന്നിച്ച് മിക്സ് ചെയ്താൽ നല്ല മനോഹരമായ ടോൺസ് നമുക്ക് കിട്ടും. അത് നമ്മൾ അടുത്ത പ്രാവശ്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി ടോൺസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങളിവിടെ ഒരു ടോൺ എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സോളോ വയലിൻ നിന്നാണ് തുടങ്ങുന്നത്. സോളോ വയലിൻ്റെ ഒരു ടോൺ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ചാണ്, അത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഫക്റ്റ് ടൈപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഫക്റ്റൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇഫക്റ്റ് ടൈപ്പ് ഇഫക്റ്റൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഈ ടോൺ ഒന്ന് എടുക്കുകയാണ്. ടോൺ എടുത്തിട്ട് നമുക്കിവിടെ ഇത് ശ്രദ്ധിക്കുക, ഈ വോയിസ് സെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. വോയിസ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ 5 സെക്ഷൻ ലഭിക്കും. കോമൺ, കൺട്രോളർ, സൗണ്ട്, ഇഫക്റ്റ്, EQ, ഹാർമണി. കോമണിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വോളിയം, അതുപോലെ ടച്ച് സെൻസ്, പാർട്ട് ഒക്റ്റീവ്, മോണോപോളി, പോർട്ടിമെൻറ്റോ ടൈം, അതുപോലെ ഓഫ്സെറ്റ്, അതിൻ്റെ റൈറ്റ് 1 ആണോ റൈറ്റ് 2 ആണോ അതൊക്കെ അവിടെ നമുക്ക് സെക്ഷനൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വോളിയം കൊടുത്തിട്ടുണ്ട്. ആ വോളിയം ഇവിടെ 94 കാണുന്നത്. ഞാൻ ലേശം വോളിയം കൂട്ടുകയാണ്. ഇത് നോർമലി ഡിഫോൾട്ടായിട്ട് കമ്പനി നമുക്ക് തരുമ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ സെറ്റിങ്സ്. അപ്പം ഞാൻ അതിൻ്റെ വോളിയം ഒന്ന് കൂട്ടുകയാണ്. ഞാനൊന്ന് 117 ആക്കുകയാണ്. ഒന്ന് വായിച്ച് കുറച്ച് വോളിയം കൂടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിവിടെ ടച്ച് സെൻസ് ആണ്. ടച്ച് സെൻസിൻ്റെ, അതായത് നമ്മുടെ ടച്ചിൻ്റെ ഡെപ്തും അതിൻ്റെ ഓഫ്സെറ്റും എങ്ങനെയാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ അതിൻ്റെ ഒരു ലെവൽ വരണമെന്നാണ്. അപ്പോൾ ഞാൻ ടച്ച് സെൻസിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. ആദ്യത്തേൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഓഫ്സെറ്റ് ഡെപ്ത് ഞാനൊന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്.
ഞാൻ ഈ ഓഫ്സെറ്റ് ഒന്ന് ലേശം കുറയ്ക്കുകയാണ്. 64. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ പാർട്ട് ഒക്റ്റീവ് എന്നുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് 1 ആണോ ഈ സാധനമുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ മോണോ വേണോ അതോ സ്റ്റീരിയോ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോണോ സൗണ്ട് വേണമെങ്കിൽ മോണോസിൻ്റെ ആക്കാം. നമ്മൾ പോളി സൗണ്ട് തന്നെ ആക്കുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി നമുക്കിവിടെ വേണ്ടത് പോർട്ടിമെൻറ്റോ ടൈം. ഈ പോർട്ടിമെൻറ്റോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ കിട്ടും. ഒരു സ്ലൈഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പനി നല്ലൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 പോയിന്റ് കൂട്ടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സെക്ഷനും നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിലും ഇയർഫോണൊക്കെ വെച്ച് ഓരോ സെക്ഷനായിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കോമൺ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. കോമൺ സെക്ഷനിൽ നമ്മൾ ചെറിയ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ഈ പോർട്ടിമെൻറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലൈഡിങ് എഫക്റ്റ് കിട്ടാനാണ്. ഇനി അടുത്തത് നമുക്ക് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺട്രോളറിൽ നമുക്കിവിടെ ഫിൽറ്ററും ആംപ്ലിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തതാണ്. നല്ലൊരു ലെവൽ തന്നെയാണ് കമ്പനി തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ LFO ആണ്. LFO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസി ഓസിലേഷൻ ആണ്. അപ്പോൾ നമ്മുടെ സൗണ്ടിന് നല്ല ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ LFOനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ PM മോഡി ഒന്ന് അല്പം കൂട്ടുകയാണ്. അപ്പോൾ ഞാനൊരു 10 ആക്കുകയാണ്. ഇനി FM മോഡി ഞാനൊന്നും ചെയ്യുന്നില്ല. AM മോഡി ഞാൻ 0 ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഓരോ സെക്ഷൻ മാറ്റി നോക്കിയാൽ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്തൊരു സെക്ഷനാണ് സൗണ്ട് എന്നുള്ള സെക്ഷനിൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൽ നമുക്ക് ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കട്ടെ സൗണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്കൊരു ഹാർമണിക്ക് വേണ്ട, വയലിന് ഹാർമണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതുണ്ടാവില്ല. ഇനി അടുത്തതൊരു അറ്റാക്കും DK റിലീസും ഒക്കെയാണ്. ഇത് കോർഗ് കീബോർഡുകളിലും ഇതുപോലെ തന്നെയുണ്ട്. പക്ഷെ അതിൻ്റെ സെക്ഷൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അറ്റാക്ക് നമുക്ക് കുറച്ച് കൂട്ടാം. ഒരു 20 ഇരിക്കട്ടെ. അറ്റാക്ക് കൂട്ടാം. അതിന് DK അത് നമുക്കൊരല്പം കൂട്ടാം. ഇരിക്കട്ടെ. DK നമുക്കൊരു 40 വയ്ക്കാം. അതുപോലെ റിലീസും നമുക്കൊരു 40 വയ്ക്കാം. അപ്പോൾ നിങ്ങളിത് കൂട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു ഇത്. അപ്പോൾ നമ്മൾ DK കൂട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെപ്ത് ഒരല്പം കൂട്ടി കൊടുക്കാം. ഡെപ്ത് കൂട്ടി. ഇനി വൈബ്രാറ്റോ, അത് അതിൻ്റെ ഒരു വൈബ്രാറ്റോ സ്പീഡിൻ്റെ ഡെപ്ത് നമ്മൾ ഒരല്പം കൂട്ടി. ഇനി നമുക്ക് അതിൻ്റെ സ്പീഡ് ലേശം മൈനസ് ചെയ്യാം. അപ്പം ഞാനിതൊക്കെ നേരത്തെ ചെയ്ത് പരീക്ഷിച്ച് വെച്ചതാണ്. അതാണ് നിങ്ങളോട് ഇത്ര എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് നല്ല രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരല്പം, അതായത് വൈബ്രാറ്റോയ്ക്ക് കുറച്ചൊരല്പം ഡിലേ കൊടുക്കാം. ഓക്കെ. അപ്പം നമുക്ക് കണ്ടോ സൗണ്ട് മാറുന്നത് കണ്ടോ. ഇനി നമുക്ക് അടുത്തതൊരു ഇഫക്റ്റ് EQ ഉണ്ട്. ഇഫക്റ്റ് EQല് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഞാനിവിടെ റിവർബ് ഡെപ്ത് ഉണ്ട്. റിവർബ് ഡെപ്ത് ഒരല്പം കൂട്ടുകയാണ്. ഒരു 60. ഓക്കെ, 60 ഒക്കെയാണ്. ഇനി ഒരു കോറസ് ഡെപ്ത് ഉണ്ട്. അതൊരു കുറച്ച് കിടക്കട്ടെ. കോറസ് ഡെപ്ത്. ഇവിടെ DSP ഞാൻ ഓൺ ആക്കുകയാണ്. നമ്മുടെ DSPയുടെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ DSP ഓഫാണ്. അപ്പോൾ ഓൺ ആയിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡെപ്ത്, DSPയുടെ ഡെപ്ത് നമുക്ക് ലേശം കൂട്ടാം. ഫുൾ അങ്ങ് കൊടുത്തേക്കാം.
ഇനി അടുത്തത് സസ്റ്റെയിൻ നല്ല അത്യാവശ്യത്തിന് നല്ലൊരു ഇതുണ്ട്, അതങ്ങനെ കിടക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഹാർമോണിക് ആൻഡ് ARP ഉണ്ട്, അത് നോക്കാം. ഇവിടെ കിടക്കുന്നത് ഹാർമണി ആണ്, അത് സ്റ്റാൻഡേർഡ് ഡ്യുവറ്റ് ആണ് കിടക്കുന്നത്. ഞാൻ അതിൻ്റെ സെക്ഷൻ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. കൺട്രി ഡ്യുവറ്റ് കണ്ടോ. ഇത്രയും സെക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടോണിന് നല്ല ഒരു സെക്ഷൻ വന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓരോ ടോണിനും ഒരു സെക്ഷൻ, ഇത്രയും സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ സെക്ഷൻ ഇനി നമുക്കത് സേവ് ചെയ്യാം. നമ്മുടെ യൂസറിലാണ് അത് സേവ് ആവുന്നത്. നമുക്ക് വേണമെങ്കിൽ USB-യിലേക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ യൂസറിൽ തന്നെ സേവ് ചെയ്യുകയാണ്. അങ്ങനെ സേവ് ഞാൻ പ്രസ് ചെയ്യുകയാണ്. സോളോ വയലിനാണ് കൊടുക്കുന്നത്. അപ്പം ഞാനത് നമുക്കൊരു നമ്പറും കൂടി കൊടുത്തേക്കാം. കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ടോണ് അവിടെ സേവായി. കണ്ടോ, വേറൊരു ടോണിനൊരു നല്ലൊരു എഫക്റ്റ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു സെക്ഷൻ കൂടി കാണിച്ചു തരാം. ഒരു വൈബർ ഫോൺ ചെയ്യാം നമുക്ക് അടുത്തതായിട്ട്. വൈബർ ഫോൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ വോയിസ് സെറ്റ് എടുക്കാം. വോയിസ് സെറ്റിൽ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ഇവിടെ വോളിയമാണ്. അപ്പോൾ വോളിയം ഇവിടെ 104 ഉള്ളത്. കമ്പനി ഡിഫോൾട്ടായിട്ട് തരുന്നതാണ്. ഞാനൊരല്പം കൂട്ടുകയാണ്, 115 കൊടുക്കാം. ഡെപ്തും ഇത് നമുക്കൊന്നും ചെയ്യണ്ട. ഇവിടെയും നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്കിതൊന്ന് -1 കൊടുക്കാം. -1 കൊടുക്കാം. പോളി തന്നെ കിടക്കട്ടെ. പോർട്ടുമെൻറ്റോ നമുക്കൊന്നും ചെയ്യാനില്ല. പോർട്ടുമെൻറ്റോ ഒക്കെ ടൈം നമുക്കൊരു സ്ട്രിങ് ടൈപ്പുള്ള ഇതിന് വേണ്ടിയിട്ടാണ് പോർട്ടുമെൻറ്റോ വരുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. അടുത്ത് നമുക്ക് കൺട്രോളറിൽ ഇവിടെ നമുക്ക് ഫിൽറ്ററാണ്. കൺട്രോളറിൽ ഫിൽറ്ററുണ്ട്. ഫിൽറ്ററിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് PM മോഡി നമുക്കൊരല്പം കുറയ്ക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് സൗണ്ട് എന്നുള്ള സെക്ഷനിലേക്ക് പോകാം. സൗണ്ട് എന്നുള്ള സെക്ഷനിൽ നമുക്കിതിൻ്റെ റിലീസ് മാത്രം ഞാൻ അല്പം കൂട്ടുകയാണ്. ഇത് ഞാൻ മുൻപ് ചെയ്ത് പരീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഡെപ്ത് ഒരു സെക്ഷൻ ചെയ്യുകയാണ്. വിബ്രാറ്റോ സ്പീഡ് ഒരു -6 കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കൊടുക്കാം. ഇപ്പൊ നോക്കാം. ഇനി സെക്ഷൻ EQ ആണ് അടുത്തത് സെക്ഷൻ EQ ആണ്. ഇവിടെ നമുക്ക് റിവർബ് ഡെപ്ത് ഒരു അല്പം കൂടുതൽ കൊടുക്കാം. ഒരു റിവർബൊക്കെ കിടക്കട്ടെ. 41. കോറസ് ഡെപ്തിലൊന്നും ചെയ്യുന്നില്ല. DSP ഒന്ന് ഓണാക്കിയേക്കാം. ഇനി ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നോക്കാം. ഓരോ സെക്ഷനും ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ മെല്ലെ വായിച്ചു നോക്കുക. ഇയർഫോൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ സെക്ഷനും വരുത്തുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇനി ഒരു ഹാർമോണിക് ARP ഉണ്ട്, അത് നോക്കാം. ഹാർമോണിക്കും അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നിങ്ങൾക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് KSP എന്ന് കാണിക്കുന്നുണ്ട്. ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഞാനൊരു ജസ്റ്റ് ഒരു പേരിടുന്നതാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ യൂസർ ടോണുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതെന്നും പറയണതല്ലേ, ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ ടോൺസ് എഡിറ്റിൻ്റെ അടുത്ത സെക്ഷൻ, അതായത് ഡബിൾ ലെയറുകളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ വായിക്കാം, എങ്ങനെയാണ് ടോൺസ് സെറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത ക്ലാസ്സും കൂടി കണ്ടാലാണ് മനസ്സിലാവുക. അതും അടുത്ത ക്ലാസ് മാത്രം പോരാ, ഈ 3 ക്ലാസ്സുകളും, അതായത് കഴിഞ്ഞ മിക്സർ EQൻ്റെ ക്ലാസ്സുകളും, അതായത് മിക്സിംഗ് കൺസോളിൻ്റെ ക്ലാസ്സും, ഇതും എല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. ഇതെല്ലാം ശബ്ദത്തിനെ കുറിച്ചുള്ളതാണല്ലോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ എൻഡ് സ്ക്രീനിലുണ്ട്, കാർഡിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. അപ്പോൾ ഇനി മുതൽ ഞാൻ കുറച്ചുകൂടി ട്രിക്കുകൾ
പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്രിക്സ് അതൊക്കെ പറഞ്ഞു തരണം എന്ന് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വീഡിയോനെ ഒരു കാരണവശാലും ബാധിക്കില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഇനി അതുപോലത്തെ ടെക് വീഡിയോകളും ഉണ്ടാകും. യൂട്യൂബ് സംബന്ധിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയുള്ള വീഡിയോകളും ഉണ്ടാവും. അപ്പോൾ ഇനി ആ വീഡിയോകൾ ഞായറാഴ്ചകളിലായിരിക്കും നമ്മുടെ കീബോർഡ് ട്യൂട്ടോറിയൽ. ബാക്കി ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഇടയ്ക്കുള്ള ദിവസം എനിക്ക് സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇനി പുതിയ പുതിയ ഒരുപാട് ട്രിക്കുകളുമായി ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നത് വരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ.